ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. നമ്മൾ കുറച്ചധികം നാളായി റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ആരും പ്രതികരിക്കാത്തൊരു വിഷയത്തിനെ കുറിച്ച് ഇന്ന് സംസാരിക്കാം. അന്ന് റിനാസുണ ആകുമ്പോൾ ആരും അങ്ങനെ പ്രതികരിക്കുന്നില്ലല്ലോ, അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അത് സംസാരിക്കാമെന്ന്. ഇതുവരെ റിനാസുണ ഇതുവരെയും പ്രതികരിക്കാത്ത ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ എന്തൊരു പ്രശ്നം വന്നാലും അപ്പം തന്നെ ചാടി കയറി ഇൻസ്റ്റയിൽ തുരുതുരായില്ല ട്രെയിൻ പോലെ സ്റ്റോറി ഇടുന്നൊരു വ്യക്തിയാണ് രേണുസുതി. എന്നിട്ട് ഒരു വലിയ അലിഗേഷൻ പുള്ളിക്കാരിക്ക് എതിരെ നേരിട്ടിട്ടും ഇതുവരെ പുള്ളിക്കാരി കമാന്നൊരക്ഷരം വായിന്ന് വീണിട്ടില്ല. അപ്പം അതിനർത്ഥം എന്തെങ്കിലും സത്യാവസ്ഥ ആ ഒരു ടോപ്പിക്കിലുണ്ട് എന്നുള്ളതല്ലേ. അതുകൊണ്ട് നമുക്ക് ഇന്നത് സംസാരിക്കാം. എന്തായാലും ഞാൻ കുറച്ച് ഓഡിയോസ് നിങ്ങളെ കേൾപ്പിക്കും. ഇതൊരു വേറൊരു റിയാക്ഷൻ വീഡിയോ ചാനലിൽ, ഈ ഷഫീന ബീവി എന്ന് പറയുന്ന പുള്ളിക്കാരുടെ ചാനലിൽ വന്ന ഒരു പുള്ളിക്കാരി തന്നെ പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുത്ത കുറച്ച് ഓഡിയോസ് ഉണ്ട്. അപ്പം അതെന്തായാലും നമുക്ക് കേട്ടിട്ട് എന്താണ് സംഭവം എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. തീയതി മുതൽ ഇവള് 2-ാം തീയതി വരേക്കുള്ള ഷെഡ്യൂളാണ് ഇവിടെ പറഞ്ഞിരുന്നത്. പക്ഷെ ഈ പറഞ്ഞ പല കസ്റ്റമേഴ്സിനും വരാൻ സാധിച്ചിട്ടില്ല പല ദിവസങ്ങളിലും. അപ്പോൾ ഈ വരാത്തതിൻ്റെ പേരിൽ ഇവിടെ പൈസയുടെ ഇടപാടിൻ്റെ ആ കസ്റ്റമേഴ്സിന് വരാത്തതിൻ്റെ പേരിലൊക്കെ ഇവിടെ ഭയങ്കര വഴക്കും പ്രശ്നങ്ങളും നടന്നിട്ടുണ്ട്. അതുമല്ല 2-ാം തീയതിക്ക് പോകാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഇവിടെ കിടന്ന് മാനസിക രോഗി പെരുമാറുന്ന പോലെ ഇവിടെ കിടന്ന് ബഹളം പ്രശ്നം. അത് നമുക്ക് പറയാം. ഈ ഓഡിയോ എന്ന് പറയുന്നത് ഇത് ആരുടെ ഓഡിയോ എന്ന് വെച്ചാൽ ഈ റിനാസുണയുടെ കൂടെ ഇതുപോലെ എന്ത് ബിസിനസ്സാണെന്ന് പറയണ്ടല്ലോ. അപ്പം ആ ബിസിനസ്സിൽ നിൽക്കുന്ന വേറൊരു പുള്ളിക്കാരിയാണ്. എന്തായാലും രേണുസുതിയോട് വൻ കലിപ്പാണ് പുള്ളിക്കാരിക്ക് കേട്ടോ. അപ്പം അതാണ് പുള്ളിക്കാരി ഈ ഓഡിയോസൊക്കെ വെളിയിലിറക്കാൻ കാരണം. അപ്പം എന്തായാലും ഇതിൽ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ രേണുസുതി ഭയങ്കരമായിട്ട് വിദേശ യാത്രകൾ ചെയ്യുന്നത്. എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ പുള്ളിക്കാരിക്ക് അവിടെ ഉദ്ഘാടനങ്ങളുണ്ട്. പല മലയാളി അസോസിയേഷൻസ് ഇവരെ ക്ഷണിക്കുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇവരെന്തിനാ പോകുന്നതെന്നോ, ഇവർ ഉദ്ഘാടനം എന്നൊക്കെ പറയുന്ന കേൾക്കാം. അവിടെ സ്പായുടെ ഉദ്ഘാടനമുണ്ട്, ബ്യൂട്ടി പാർലറിൻ്റെ ഉദ്ഘാടനമുണ്ട്, റെസ്റ്റോറൻറ്റിൻ്റെ ഉദ്ഘാടനമുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. പക്ഷേ ഒരു കഴമ്പില്ലാത്ത രീതിയിലാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. 1-2 വീഡിയോ കാണിച്ചിട്ട് ഈ ഇനാഗുറേഷൻ്റെ 1-2 വീഡിയോസ് അല്ലാതെ ബാക്കി കാര്യങ്ങളൊന്നും അതിൽ കാണാറില്ല ഇവരുടെ വീഡിയോസിൽ. കൂടുതലും ഇവർ മിക്കവാറുമുള്ള സമയങ്ങളിലെല്ലാം ഇവർ പുറത്താണ്, പ്രത്യേകിച്ച് ദുബൈയിലാണ് ഇവർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് കുറച്ച് കസ്റ്റമേഴ്സ് ചില സമയങ്ങളിൽ വരാറുണ്ടായിരുന്നു. അപ്പോൾ അത് ചില പ്രശ്നങ്ങളായിട്ട് ആ സമയത്ത് വന്നില്ല. അപ്പോൾ 2-ാം തീയതിയുടെ കണക്ക് ഇവിടെ പറയുന്നുണ്ട്. ഈ 2-ാം തീയതി എന്ന് പറയുമ്പോൾ ഇവരുടെ മകൻ കിച്ചു എന്ന അമ്മയുടെ സ്വന്തം മകൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു. നമ്മളെല്ലാം കണ്ട വീഡിയോ ആണത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ടെമ്പറായി ഇവരാകെ ഭ്രാന്ത് പിടിച്ച് മാനസികപരമായി തളർന്ന് സ്ട്രോക്ക് വന്ന് വീണെന്നൊക്കെയാണ് ഇതിൻ്റെ അത് പറയുന്നത്. ഇവർ മാനസികപരമായി അങ്ങ് ഭ്രാന്തിയായ രീതിയിലാണ് ഇവർ അവിടെ കൂട്ടിയത്. കാരണം ഇവർക്ക് ആ 2-ാം തീയതി വരാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. മനസ്സിലാവുന്നുണ്ടോ? അപ്പം എന്തായാലും നമുക്ക് ഇതോടെ തീർന്നില്ല ഓഡിയോസ്, പുറകെ ഓഡിയോസ് ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് അത് കൂടെ കേട്ടിട്ട് ബാക്കി സംസാരിക്കാം. ാണ് ഇവിടെ നടക്കുന്നത്. പിന്നെ ഡ്രഗ്സ്, അതാണ് സത്യം പറഞ്ഞ സ്വർണ്ണക്കടത്തിനേക്കാളും ഭയങ്കരമാണ് ഇവിടുത്തെ ഡ്രഗ്സ്. ഇവിടെ ഓരോ ഷോപ്പിലേക്കും ഈ പെമ്പിള്ളേരെ, അതായത് പാവപ്പെട്ട വീടുള്ള പെമ്പിള്ളേരെയാണ് ഇവന്മാർ നാട്ടിൽ നിന്ന് ടാർഗറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് 1-2 ആഴ്ച ഡ്രഗ്സ് കൊടുത്ത് ഇവരെ അടിമകളാക്കും. ഇതില് ഇവര് പറയുന്നൊരു കാര്യമുണ്ട്. ഈ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി മെയിനായിട്ട് ദുബായിൽ പോകുന്നതെന്ന് വെച്ചാൽ ഗോൾഡ് സ്മഗ്ലിങ്ങിനും അതുപോലെ ഈ കഞ്ചാവ് പോലുള്ള ഐറ്റംസിനും വേണ്ടി മാത്രമാണ് പോകുന്നത്. അത് വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് ഈ സംസാരിക്കുന്നത്. കാരണം അതിൻ്റെ തെളിവ് ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുമല്ല, ഇവർ പറയുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു സത്യസന്ധമായ കാര്യം ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും മണിക്കൂറുകളായി ഈ ഒരു സംഭവം ഇത്രയും വലിയ പ്രശ്നമായി ഒരു ചാനലിൽ ഇത് വന്ന് എത്രയോ ജനങ്ങൾ കണ്ടു കഴിഞ്ഞ് എന്തെങ്കിലും ചെറിയൊരു കാര്യം പോലും കിട്ടുമ്പോൾ അത് ഭയങ്കരമായി റിയാക്ട് ചെയ്ത് കുറേ ഓൺലൈൻ അമ്മാവന്മാരും ചേട്ടന്മാരും ചേച്ചിമാരും വന്നിട്ട് രേണുസുതി ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, എന്തായിരുന്നു ഇതിനുള്ള പ്രതികരണം എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോ നമ്മൾ കാണുന്നതാണ്. അതൊന്നും ഈ പറഞ്ഞ ഈ സംഭവത്തിൽ കാണാനില്ല. ആരും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. എന്താ ഇതിൽ രേണുസുതിക്ക് വെളുപ്പിക്കാനില്ല? അപ്പം ഇതിലെന്തോ ഒരു സത്യാവസ്ഥ ഇല്ലേ?
സത്യാവസ്ഥ ഉള്ളതുകൊണ്ടല്ലേ രേണുസുതി ഇതിനെക്കുറിച്ച് ഒരു വിധത്തിലുള്ള സംസാരങ്ങളും പറയാതെ ഒരു വിധത്തിലും പുള്ളിക്കാരി പ്രതികരിക്കാതിരിക്കുന്നത്. സാധാരണ ഏറ്റവും വലിയൊരു അലിഗേഷൻ എന്ന് പറയുമ്പോൾ ഒരാളുടെ മാനത്തിന് വില പറയുന്നതാണ് സാധാരണ അല്ലേ. ഇത്രയും വലിയ ഡ്രഗ് അഡിക്റ്റ് ആണ് പുള്ളിക്കാരി, സെക്സ് വർക്കിന് വേണ്ടിയാണ് വിദേശത്ത് പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് രേണുസുതി ഇതിനെതിരെ പ്രതികരിച്ചില്ല? അപ്പൊ അതിനേതായ തക്കതായ കാരണം ഉണ്ടായിട്ടാണ് പുള്ളിക്കാരി പ്രതികരിക്കാഞ്ഞത്. കൃത്യമായിട്ടറിയാം ഞാനാണ് ഇവരുടെ ഇടയിൽ ചാരപ്രവൃത്തി നടത്തുന്നത് എന്നുള്ളത് ഇവന്മാർക്ക് മനസ്സിലായി. എന്നെ ഒരിക്കലും പിടിക്കില്ല ചേച്ചി. പിന്നെ ആ വോയിസ് മറ്റേ ഇന്നലെ ഇട്ട വോയിസ് ആ ഗ്രൂപ്പില് അംഗത്തിന്റെ വോയിസ് എന്ന് പറഞ്ഞിട്ട് ഇട്ടത് കാരണം ഇവരിപ്പോൾ ഈ വോയിസ് ഗ്രൂപ്പിൽ കിടന്നിട്ട് തപ്പാണ്. ഇത് ആരായിരിക്കും ഈ ടൈമിൽ ഇങ്ങനെ. പക്ഷെ ഇവർ സൈലന്റ് ആണ്. ഇപ്പോൾ ഇവരെല്ലാരും ജാഗരൂകരാണ്. സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിക്കണം. കാരണം ഇത്രയധികം ഈ രേണുസുതി എന്ന് പറയുന്ന പുള്ളിക്കാരി ഉണ്ടല്ലോ, ഇവർ ഭയങ്കര കുലീന ഭാവത്തിൽ വന്നിട്ട് എൻ്റെ മക്കളെ വളർത്താൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് പൈസ തന്നാൽ ഞാൻ വീട്ടിലിരിക്കാം, എനിക്കിതാണ് വരുമാനം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടങ്ങ് ബാധിച്ച് ഭയങ്കരമായി ഇവരെ പറയുന്ന ആൾക്കാർ ഈ പുള്ളിക്കാരി അങ്ങ് മോശക്കാരെ ആക്കിയിട്ട് ഇവരിപ്പോൾ എന്തുകൊണ്ട് ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല? ഇത്രയൊക്കെ അലിഗേഷൻസ് ഇവരുടെ ക്യാരക്ടറിൻ്റെ കാര്യങ്ങളും ഇവരെന്തിനാണ് പുറത്തു പോകുന്നതും ഇവരാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് അവിടെ നിന്ന് ഇവിടേക്ക് കടത്തുന്നതെന്നും ഇവർ ഡ്രഗ് മാഫിയയിലുള്ളതാണെന്നും വരെയും പറഞ്ഞിട്ട് ഇതുവരെയും പ്രതികരിക്കാതിരിക്കുക. അതല്ല, ഇവരെ ഇപ്പോൾ പേടിച്ചിരിക്കുകയാണ്. ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇവരെ ഇപ്പോൾ പേടിച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞ വ്യക്തി ആരാണ് എന്ന് ഇവരുടെ ഓഡിയോസ് പല ഗ്രൂപ്പുകൾ, ഇവരുടെ തന്നെ കുറേ ഗ്രൂപ്പുകളുണ്ടല്ലോ, അതിലിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാരാണ് പുറത്ത് വിട്ടത് എന്നൊക്കെ. അപ്പം എന്തായാലും രേണു ചേച്ചിയെ കുറിച്ച് കുറച്ചൊക്കെ കാര്യങ്ങൾ ഓൾറെഡി പല ആൾക്കാർ ഇതിനു മുന്നേ തന്നെ പുള്ളിക്കാരി എന്തിനാണ് അവിടെ പോകുന്നതും പുള്ളിക്കാരുടെ ബിസിനസ് എന്തുവാണെന്നും പുള്ളിക്കാരുടെ ഇനാഗ്രേഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ കുറേ ആൾക്കാർ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെ ന്യായീകരിക്കാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു. കാരണം അവരുടെ സാഹചര്യം, അവർ അനുഭവിക്കുന്ന കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് കുറേ ആൾക്കാർ ഇവരെ ന്യായീകരിച്ചു. ഇവർ അണ്ടർഗ്രൗണ്ടിൽ കൂടെയുള്ള പരിപാടി, ആൾക്കാർ എന്നെക്കുറിച്ച് നല്ലത് പറയുന്നുണ്ട്. കുറേ ഓൺലൈൻ ചേട്ടന്മാർ ഇവർക്കൊരു 10,000 ആൾക്കാരാണ്. ഇവർ പുറത്ത് പോകുമ്പോൾ ക്യാമറ പിടിച്ചൊരു 100 പേര് പുറകിൽ, ഇവർ തിരിച്ചു വരുമ്പോൾ 100 പേര് പുറകിൽ. അവരൊക്കെ ഇവരോട് ചോദിക്കുന്ന 100 കൂട്ടം ചോദ്യങ്ങളാണ്. മുഖ്യമന്ത്രിയോട് ഇല്ല ഇത്ര ചോദ്യങ്ങൾ, അതിനേക്കാളും അപ്പുറം ചോദ്യങ്ങളാണ് ഈ രേണുസുതിയോട് ഈ ഓൺലൈൻ അമ്മാവന്മാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇവർ കുറച്ച് ഓൺലൈൻ ചേട്ടന്മാരെ നിർത്തിച്ചിട്ടുണ്ട്. ഇനി കാശ് കൊടുത്തിട്ടാണോ അല്ലാന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഇവർ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. ഇങ്ങനെ പറഞ്ഞായിരുന്നു, കിച്ചു ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇതിനെക്കുറിച്ച് എന്താണ് പ്രതികരണം? അവൻ എനിക്ക് കുഴപ്പമില്ല, എൻ്റെ വീട്ടുകാർ വിളിച്ചു, അവൻ എടുത്തില്ല, അതാണ് പ്രശ്നം, മറ്റേതാണ് മറിച്ചതാണ്, എവിടെയാണ് ഉദ്ഘാടനം, അത് ഇന്ന സ്ഥലത്താണ്, ഞാൻ ഇന്ന സമയം വരും, മറ്റേ സമയം വരും, മറിച്ചം വരും. ഇവർക്കൊന്നും ന്യായീകരണങ്ങളാണ്, പല ന്യായീകരണങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഇത്രയും പ്രശ്നങ്ങളിലോട് ഇവരെന്തുകൊണ്ട് ന്യായീകരിക്കുന്നില്ല? ഇവരെന്തുകൊണ്ട് വന്ന് വീഡിയോ ഇടുന്നില്ല? എന്തുകൊണ്ട് സ്റ്റോറി ഇടുന്നില്ല? ഇവർ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉള്ള ആൾക്കാർ മൊത്തം പറഞ്ഞു ഇവരുടെ സബ്സ്ക്രിപ്ഷനെ കുറിച്ച്. എന്തുകൊണ്ട് അവരന്ന് വന്നിട്ട് കുറേ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് കുറേ വാചാലമായി സംസാരിച്ചാൽ ഇന്ന് ഇത്രയും വലിയ ഇവരുടെ മാനത്തിനെ കുറിച്ചും അതുപോലെ തന്നെ ഇവർ പോകുന്ന കാര്യത്തിനെ കുറിച്ചും ഇവരുടെ വൃത്തികെട്ട ശീലങ്ങളെക്കുറിച്ചും ഡ്രഗിനെ കുറിച്ചും ഇത്രയധികം മോശമായ രീതിയിൽ ഇവർക്കെതിരെ ഈ ഓഡിയോ അയച്ച സ്ത്രീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് കൊട്ടി ഇതിനെതിരെ തിരിച്ച് മറുപടി പറയുന്നില്ല? എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? അപ്പം അതിലെന്തോ സത്യാവസ്ഥ ഉള്ളതുകൊണ്ടല്ലേ. തീർന്നിട്ടില്ല, കുറച്ച് കാര്യങ്ങളും കൊണ്ടുണ്ട്. അപ്പം അതും കൂടെ നമുക്ക് കേൾക്കാം. ആരും കൊണ്ടുവരത്തില്ല, നമുക്കറിയുന്നതാണ് ഇതൊക്കെ. ഇത് കള്ളത്തരമൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മക്കളെ പിടിച്ചിട്ടാണ് ഞാൻ സത്യം ചെയ്തേക്കുന്നത്. എനിക്ക് എൻ്റെ മക്കളെ കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. ഇവിടെ ഈ രേണുസുതി എന്ന് പറയാൻ പോലും എനിക്ക് തോന്നുന്നില്ല. രേഷ്മ, തങ്കച്ചൻ, ഇവറ്റകൾ അഴിഞ്ഞാടി ജീവിക്കുന്ന ഒരു ടീമുകളാണ്. അതുകൊണ്ടാണ് അവൾ ഈ ഇത്രയും വലിയ വേസ്റ്റ് കൂമ്പാരത്തിലേക്ക് ഇവളും വന്ന് ചാടിയത്. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഈ രേഷ്മ എന്ന് പറയുന്ന സ്ത്രീ എങ്ങനെയും ജീവിച്ചോട്ടെ, അത് നമുക്ക് ഒരു പ്രശ്നവുമില്ലായിരുന്നു. പക്ഷെ ഇവള് ഗൾഫിൽ പോകുമ്പോൾ 150 ഓൺലൈൻകാരെ, തിരിച്ചു വരുമ്പോൾ ഇവളെ കാത്തു നിൽക്കാൻ 150 ഓൺലൈൻ ചാനലുകാർ. ഈ നായിൻ്റെ മക്കൾക്കൊന്നും വേറെ ഒരു തൊഴിലുമില്ല. ഇവള് വിളിക്കുമ്പോഴേക്ക് വരാൻ. ഇവൾ ആരാണ്? ഇവൾ ഇന്ന് പറഞ്ഞ കാര്യം സത്യമല്ലേ?
ഇവരെവിടെങ്കിലും പോകുമ്പോൾ പുറകിലൊരു 500 ഫോണും പിടിച്ചോണ്ട് നടക്കുകയാണ് ഒരു 10,000 വരെ ചെറുപ്പക്കാർ ഇവരുടെ പുറകിൽ. ഇവരവിടുന്ന് എവിടെയെങ്കിലും തിരിച്ചു വന്നാലോ അപ്പോഴും വരും കുറച്ച് ആൾക്കാർ പുറകിൽ. എന്നിട്ട് ഇവർക്കങ്ങ് ചോദ്യങ്ങളാണ്. ഇവരെ മാറ്റി നിർത്തി സംസാരിക്കുന്നു ഒരു കൂട്ടം ആൾക്കാർ ഫോണും പിടിച്ച്. അപ്പുറത്ത് പിന്നെ ഇവരെ കാറിൽ കയറ്റിയെടുത്തിട്ട് കുറച്ച് ആൾക്കാർ അങ്ങനെ സംസാരിക്കുന്നു. ഇത് ഏത് യൂണിവേഴ്സാണ് എനിക്കറിയത്തില്ല. ഇങ്ങനെ പല ആൾക്കാരും ഇവരുടെ പുറകിൽ ക്യാമറാമാൻമാരായിട്ട് കുറേ ആൾക്കാർ നടക്കുന്നു. ഓൺലൈൻ ചാനലുകൾ കുറേ നടക്കുന്നു. അപ്പോൾ ഈ ഓൺലൈൻ മീഡിയക്കാരൊക്കെ ഇവരുടെ ഫ്രണ്ട്സ് ആണെന്ന് ഓൾറെഡി ഇവർ ഇന്നാൾക്ക് പറഞ്ഞായിരുന്നു. എന്തായാലും ഈ ഓൺലൈൻ മീഡിയക്കാർ ഈ സംഭവം അറിഞ്ഞിട്ട് എന്തുകൊണ്ട് രേണുസുതിയോട് ഇപ്പം രേണുസുതി എന്തോ ഇല്ല, ഇടയ്ക്ക് ഈ ഒരു വീഡിയോ ഇറങ്ങിയ സമയത്ത് ഇതുപോലായിരുന്നു. അതിൻ്റെ അകത്ത് എന്തോ ഒരു സത്യാവസ്ഥ ഉള്ളത് കൊണ്ട് കരഞ്ഞ് വിളിച്ചൊരു മൂലയ്ക്കായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെയും വെളുപ്പിക്കാൻ വേണ്ടി ഓൺലൈൻകാർ വന്നിട്ട് അങ്ങനെയല്ലേ ചേച്ചി ഇങ്ങനെയല്ലേ ചേച്ചി എന്ന് ചോദിച്ചാൽ അതങ്ങ് വെളുപ്പിച്ച് അതങ്ങ് ക്ലീൻ ആക്കി കൊടുത്ത് ഇപ്പോൾ പിന്നെയും രേണുസുതി ഒന്ന് കയറി പൊനത്തിലിരുന്നിട്ടുണ്ട്. അവിടുന്ന് ഇനി ഇറങ്ങി വരുമ്പോൾ പിന്നെയും ചാനൽ ഓൺലൈൻ മീഡിയ ചേട്ടന്മാർ വരും. ചേച്ചി ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ചേച്ചിക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയുള്ളത്? എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞാൽ രേണുസുതി ഈ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ആക്കും. എന്തായാലും കൊള്ളാം ചേച്ചി, കൊള്ളാം.